അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോക ചർച്ച ചെയ്യുന്ന ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തന്റെ രചനയുടെ അടിസ്ഥാന നയം, ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ രചനയുടെ അടിസ്ഥാനപരമായ നയം എന്താണ്, അതിന്റെ ഉറവിടം എന്താണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു തെളിവായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീണ്ടും ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ലഭിച്ച മുഴുവൻ വിജ്ഞാനങ്ങളും അള്ളാഹുവിന്റെ വരദാനമായി, കശ്ഫായി, അതുപോലെ അള്ളാഹു നേരിട്ട് പരിചയപ്പെടുത്തി തന്ന ദൈവിക പരിചയ വിജ്ഞാനമായി മാത്രം ലഭിച്ചതാണ്. അതൊരിക്കലും കിതാബ് സുന്നത്തിന് എതിരല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ ഉറവിടം ഒരിക്കലും പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന് എതിരല്ല എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറയാണ്, വബിഖൗലിഹി ഫിൽ കലാമി അലൽ ആദാൻ വഅലം അന്നീ ലം മുഖർരിറ ബിഹംദില്ലാഹി തആല ഫി കിതാബി ഹാദാ ഖത്തു അംറൻ ഗൈറ മശ്റൂഇൻ. മഹാനവറുകള് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ സ്ഥാപിക്കുകയാണ്. അന്നീലം മുഖർരിറ ബിഹംദില്ലാഹ്, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ സ്ഥാപിച്ചിട്ടേ ഇല്ല ഫി കിതാബി ഹാദാ, എന്റെ ഈ കിതാബാകുന്ന ഫുതുഹാത്തുൽ മക്കിയ്യയില് ഖത്തു തീരെ തന്നെ അംറൻ ഗൈറ മശ്റൂ, ശരീഅത്തിൽ നിയമമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യവും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എന്റെ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പരാമർശിച്ചിട്ടേ ഇല്ല. വമാ ഖറജതു അനിൽ കിതാബി വസുന്നത്തി ഫീ ഷൈഇൻ മിൻഹു, അതുപോലെ തന്നെ എന്റെ കിതാബിൽ പരാമർശിച്ച ഒരു വിഷയത്തിലും പരിശുദ്ധമായ ഖുർആനിനോ സുന്നത്തിനോ എതിരായി നിന്ന ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഞാൻ കിതാബ് സുന്നത്തിൽ നിന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, പുറത്തു പോയിട്ടേ ഇല്ല. അപ്പൊ കശ്ഫ് കൊണ്ടും അതുപോലെ തന്നെ മഅരിഫത്ത് കൊണ്ടും ലഭിച്ച ഈ വിജ്ഞാനങ്ങള് ഒരു സംശയത്തിനും ഇടവില്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കിതാബ് സുന്നത്തുകൾക്ക് എതിരായിട്ട് വന്ന വിജ്ഞാനമല്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അതായത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങളെ വെറും ഒരു ദാർശനിക ചിന്തകളായോ വ്യക്തിപരമായ അഭിപ്രായങ്ങളായോ കാണാതെ പരിശുദ്ധ ശരീഅത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് എല്ലാവരും വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് മഹാനായ ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വീണ്ടും പറയാണ്, അടുത്ത തെളിവ്, അതായത് മഹാനവറുകൾക്ക് കശ്ഫ് മുഖേന ലഭിച്ച മുഴുവൻ വിജ്ഞാനങ്ങളും കിതാബ് സുന്നത്തുകൾക്ക് എതിരല്ല എന്നുള്ളതിനെ മഹാനവറുകൾ സമർത്ഥിക്കുന്ന അടുത്ത തെളിവ് എന്താ? വബിഖൗലിഹി ഫിൽ ബാബിൽ ഖാമിസി വസിത്തീന വസലാസിമിഅ, മഹാനവറുകൾ പറയാണ് ഈ ഭാഗത്തിൽ എന്താ, അവിടുത്തെ ഓരോ ബാബുകളിൽ, അതായത് ഫുതുഹാത്തുൽ മക്കിയ പല ബാബുകളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ മറ്റൊരു ബാബ് 365 ബാബിൽ മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയാണ്, വഅലം അന്നമാ ജമീഅ മാ അതകല്ലമു ബിഹി ഫി മജാലിസി, എന്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ സംസാരിച്ച മുഴുവൻ വിഷയങ്ങളും, വതസാനിഫി, എന്റെ ഗ്രന്ഥങ്ങളിലും ഞാൻ പരാമർശിച്ചതായ മുഴുവൻ വിഷയങ്ങളും, എവിടെയൊക്കെ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങൾ അവിടുത്തെ ഇൽമുകൾ ചുരിഞ്ഞിട്ടുണ്ടോ, അത് പ്രഭാഷണ സദസ്സിലാണെങ്കിലും രചനകളിലാണെങ്കിലും, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ മഹാനവറുകൾ അത് പരിശുദ്ധ ഖുർആനിനോ സുന്നത്തിനോ എതിരല്ല എന്ന് സ്ഥാപിക്കുകയാണ്. ഇത് ഇത്ര കർക്കശമായിട്ട് പറയാനുള്ള കാരണം എന്താ അറിയോ? മഹാനവറുകളുടെ വിജ്ഞാനങ്ങൾ മുഴുവനും കശ്ഫിലൂടെയും അള്ളാഹു നേരിട്ട് അറിയിച്ചു കൊടുത്ത വിജ്ഞാനത്തിലൂടെയുമാണ് എന്ന് പറഞ്ഞതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഈ കശ്ഫും ഈ മഅരിഫത്തിലൂടെയും ലഭിച്ച വിജ്ഞാനങ്ങൾ കിതാബ് സുന്നത്തിന് എതിരാകുമ്പോഴല്ലേ നമ്മൾ അത് പുറത്തേക്ക് തള്ളേണ്ട ആവശ്യമുള്ളൂ. അതിന് മഹാനവറുകൾ പറയാ, എനിക്ക് ഖുർആൻ എവിടുന്നാണോ വന്നിട്ടുള്ളത് ആ സ്ഥലത്ത് തന്നെയാണ് എന്റെ കശ്ഫും വന്നിട്ടുള്ളത്. അതുകൊണ്ട് പരസ്പരം അത് വൈരുദ്ധ്യമാവൂല. അത് മഹാനവറുകൾ സമർത്ഥിക്കുകയാണ്. എന്റെ രചനകളിലും എന്റെ പ്രഭാഷണങ്ങളിലും ഞാൻ സംസാരിച്ചതും എഴുതിയതുമായ മുഴുവൻ വിഷയങ്ങളും ഇന്നമാ ഹുവ മിൻ ഹളറത്തിൽ ഖുർആൻ, അത് ഖുർആനിന്റെ സന്നിധിയിൽ നിന്ന് വന്നതാണ്.
വഖസാഇനിഹി, ഖുർആനിന്റെ അഗാധമായ വിജ്ഞാന നിധിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തതാണ്, എടുത്താണ്. ഖുർആന്റെ ഹളറത്തിൽ നിന്നും ഖുർആന്റെ അഗാധമായതായ വിജ്ഞാന നിധിയിൽ നിന്നുമാണ് എന്റെ പ്രഭാഷണങ്ങൾ മുഴുവനും, എന്റെ രചനകൾ മുഴുവനും. കാരണം ഫഇന്നി ഉഅ്തീതു മഫാത്തിഹൽ ഫഹ്മി, ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ അർത്ഥതലങ്ങൾ, അഥവാ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനുള്ള താക്കോലുകൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഖുർആന്റെ പ്രത്യക്ഷമായതായ അർത്ഥങ്ങൾ വിലയിരുത്തിയിട്ട് മാത്രം എന്റെ വിജ്ഞാനങ്ങൾ ഖുർആനെതിരാണ് എന്ന് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, വിലയിരുത്താൻ നിൽക്കണ്ട. എന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും കശ്ഫ് മുഖേന ലഭിച്ചത് ഖുർആനിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആഴത്തിലുള്ള അർത്ഥങ്ങളുടെ താക്കോലുകൾ അള്ളാഹു എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. വൽ ഇംദാദി മിൻഹു, അതിലൂടെ ആത്മീയപരമായ സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കുല്ലു ദാലിക, എന്റെ എല്ലാ രചനകളും, ഏതെല്ലാം രചന, നമ്മളിപ്പോ ഫുത്തുഹാത്തുൽ മക്കിയ എന്ന് പറഞ്ഞ ഒരു ചെറു ഗ്രന്ഥത്തിന്റെ ഏറ്റവും ഷോർട്ടായ കുറഞ്ഞ ഭാഗം, ലഘൂകരിച്ച ഭാഗമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താണ്, അത്ഭുതം വരികയാണ്. മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയാണ്, കുല്ലു ദാലിക, എന്റെ എല്ലാ രചനകളും ഹത്താ ലാ അഖ്റുജു അൻ മുജാലസത്തിൽ ഹഖി തആല വ മുനാജാതിഹി ബികലാമിഹി. മഹാനവറുകൾ പറയാണ്, എന്റെ എല്ലാ രചനകളും അള്ളാഹുവിന്റെ വചനവുമായി നിരന്തരം അഭിമുഖ സംഭാഷണത്തിലൂടെയും നിരന്തരമായ അള്ളാഹുവിന്റെ വചനവുമായി നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ടുള്ളതാണെന്നും, അതുപോലെ മുജാലസത്തിൽ ഹക്കി, ഹക്കുമായുള്ള സാന്നിധ്യം, ഹക്കുമായുള്ള നിരന്തര ബന്ധം, അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണം, ഇത് മുഖേന പുറത്തേക്ക് വന്നതാണ്. ഒരിക്കലും ഇതല്ലാത്ത ഒന്നിൽ നിന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, എന്റെ അറിവുകളൊന്നും പുറത്തു പോയിട്ടില്ല. അതായത് ഖുർആനിൽ നിന്ന് ഈ വിജ്ഞാനങ്ങൾ ഒരിക്കലും പുറത്തു പോയിട്ടില്ല. ഖുർആന്റെ ആന്തരിക അർത്ഥങ്ങളെ മനസ്സിലാക്കാനുള്ള അനുഗ്രഹത്തിന്റെ ഫലമാണ് ഈ എന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും എന്ന് മഹാനവറുകൾ സമർത്ഥിക്കുകയാണ്. അതായത് മഹാനവറുകൾക്ക് ലഭിച്ച ഒരു അറിവും, കശ്ഫിലൂടെ ലഭിച്ചത്, മഅരിഫത്തിലൂടെ ലഭിച്ചത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നേരിട്ട് അറിയിച്ചു തന്നതായ വിജ്ഞാനങ്ങൾ മുഴുവനും ഒരിക്കലും ഖുർആനിൽ നിന്ന് എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനും സുന്നത്തും ഏതൊരു ഹളറത്തിൽ നിന്ന്, ഏതൊരു കേന്ദ്രത്തിൽ നിന്നാണോ വന്നത്, ആ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എന്റെ കശ്ഫും എന്റെ മഅരിഫത്തും എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരേ കേന്ദ്രത്തിൽ നിന്ന് വന്ന വിജ്ഞാനങ്ങൾ ഒരിക്കലും പരസ്പരം വൈരുദ്ധ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. വൈരുദ്ധ്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ആഴത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും പരിശുദ്ധ കിതാബിനോ പരിശുദ്ധ സുന്നത്തിനോ എതിരല്ല. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർ ഖുർആനിന്റെ ആഴമുള്ള അർത്ഥങ്ങളെ മനസ്സിലാക്കാത്തവർ മാത്രമാണ്. ആഴമുള്ള അർത്ഥങ്ങളെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ മാത്രമാണ്. ഖുർആനിക്ക് ബാഹ്യാർത്ഥം മാത്രമല്ലല്ലോ ഉള്ളത്, ഇതിന് ആന്തരികമായ അർത്ഥവും ഉണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ ഏത് കേന്ദ്രത്തിൽ നിന്ന് വന്നോ ആ കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ് എന്റെ കശ്ഫ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യാണ്, പറയാണ്. അടുത്തതായി മഹാനവറുകൾ പറയുന്നു, വബിഖൗലിഹി ഫിൽ ബാബിൽ അസ്റാർ, മഹാനവറുകൾ രഹസ്യങ്ങളുടെ വാതിൽ എന്ന് പറഞ്ഞിട്ട്, ബാബ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഒരു ബാബ് പറയുന്നുണ്ട് ഫുത്തുഹാത്തുൽ മക്കിയയിൽ. അവിടെ പറയാം, വന്നഫസു ഫിർ റൂഇ മിൻ വഹിയിൽ ഖുദ്ദൂസ്, നഫസും ഫിർ റൂഇ, ഖുദ്ദൂസായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ വഹിയിൽപ്പെട്ടതാണ്. നഫസും ഫിർ റൂഇ സൂഫിയാക്കൾക്കുള്ള ഒരു ആത്മീയ സന്ദേശനത്തിന്റെ പ്രചോദനമായി നൽകുന്ന ഒരു അവസ്ഥയാണ്. അൻ നഫസു ഫിർ റൂഇ, റൂഹല്ലട്ടോ, ആത്മാവ് എന്നുള്ള അർത്ഥത്തിനല്ല, റൂഹ്. റൂഹ് എന്ന് പറഞ്ഞാല് ഹൃദയത്തിൽ നിന്ന്, അഥവാ ഹൃദയത്തിന്റെ ആന്തരികമായ ആഴത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. അതിൽ വരുന്ന ഒരു ഊത്ത് എന്നൊരു പ്രയോഗം സൂഫിയാക്കൾ നടത്താറുണ്ട്. അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹു ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഒരു അറിവോ ഒരു തിരിച്ചറിവോ പ്രചോദനമായി നിക്ഷേപിക്കുന്ന അവസ്ഥയാണ്. ഇത് ഒരു ശബ്ദമോ വാക്കുകളോ ആയി വരുന്ന ഒന്നല്ല, മറിച്ച് ഹൃദയത്തിൽ ഒരു ബോധ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ആത്മീയ പ്രചോദനമായി വരുന്ന വിജ്ഞാനങ്ങൾ. അതാണ് ഈ പറഞ്ഞത്.
അതായത് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ഈ പറയുന്ന ആത്മീയ പ്രചോദനമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഖുദ്ദൂസായ അള്ളാഹുവിന്റെ വഹിയിൽ നിന്ന് ലഭിച്ച അന്നഫസു ഫിർ റൂഹ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് അള്ളാഹു ഒരു സത്യാന്വേഷിയുടെ ഹൃദയത്തിൽ ഒരു അറിവോ തിരിച്ചറിവോ പ്രചോദനമായി നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥ, അതാണ് അന്നഫസു ഫിർ റൂഹ് എന്ന് പറയുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ശബ്ദമായോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തില് ഒരു വാക്കുകളായോ വരുന്ന ഒന്നല്ല, മറിച്ച് ഹൃദയത്തിൽ ഒരു ബോധ്യമായി ഒരു പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അത് ഖുദ്ദൂസിന്റെ വഹിയിൽപ്പെട്ടതാണ്. പക്ഷേ ലാക്കിൻ മാഹുവ മിസ്ലു വഹിയിൽ കലാം, അത് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹിയ പോലത്തെ ഒരു വഹിയല്ല എന്ന് ശരിക്കും മനസ്സിലാക്കണം. അത് വഹിയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതുകൊണ്ട് മോനെ നീ ഡിഫറൻസ് ആക്കി മനസ്സിലാക്കണം. യാ അഖിയോ എന്റെ സഹോദര, ബൈന വഹിയിൽ കലാം, പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹിയിന്റെയും വഹിയിൽ ഇൽഹാം, ഔലിയാക്കൾക്ക് ലഭിക്കുന്ന ഇൽഹാമിന്റെ വഹിയിന്റെയും ഇടയിൽ വ്യത്യാസമുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ തകുൻ മിൻ അഹ്ലി ദിൽ ജലാലി വൽ ഇക്റാം, നീ പടച്ച തമ്പുരാന്റെ അഹിലകാരിൽപ്പെട്ട ആളായി മാറും. അതായത് ഔലിയാക്കൾക്ക് ലഭിക്കുന്ന ഇൽഹാം ഹൃദയത്തിൽ ലഭിക്കുന്ന ഒരു ആത്മീയ ബോധ്യമാണ്. അത് നുബുവത്തിന്റെ വഹിയിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യൂല, വരൂല. മനസ്സിലായോ? അതിനാൽ വഹിയിന്റെ വിവിധ തലങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യാണ് പറയാണ്. ഇതിലൂടെ മഹാനവറുകൾ പ്രധാനമായും നൽകുന്ന ഒരു സന്ദേശം എന്താ അറിയോ? അള്ളാഹു തന്റെ ദാസന്മാരായ പ്രത്യേകക്കാരായ ഔലിയാക്കളുടെ ഹൃദയങ്ങളിൽ അറിവിന്റെ പ്രകാശം എന്ത് ചെയ്യാറുണ്ട്, നൽകാറുണ്ട്. എന്നാൽ ആ ആത്മീയ പ്രചോദനം പ്രവാചകന്മാർക്ക് നൽകുന്ന വഹിയുമായി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം. ഒരുപോലെയല്ല, ബന്ധവുമില്ല എന്നല്ല, ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കണം. അതായത് നബിമാരെ സംബന്ധിച്ച് നബി എന്ന് പറയണം, ഔലിയാക്കളെ സംബന്ധിച്ച് പിന്നെ നബി എന്ന് പറയാൻ പറ്റൂല. ആ സ്ഥാനത്ത് വരുന്ന ചില പേരുകൾ കൊണ്ട് അവർ അറിയപ്പെടും എന്നുള്ളതാ. എന്നതുപോലെ അവർക്ക് ലഭിച്ച ആത്മീയമായി പ്രചോദനമായി ലഭിച്ച കലാമിനെ കുറിച്ച് വഹി എന്ന് പറയണ്ട, അതിനെ ഇൽഹാം എന്ന് പറഞ്ഞോളിയും. രണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരുപോലെയാണെന്ന് മനസ്സിലാക്കണ്ട. എപ്പോഴും താഴ്ന്നു നിൽക്കുന്നതാണ് എന്ത് ചെയ്യുക, നല്ലത്. എവിടുന്ന് വരുന്നതൊക്കെ ഒരു കേന്ദ്രത്തിലാണെങ്കിലും അതിനെക്കുറിച്ച് ഇൽഹാമെന്ന് എന്ത് ചെയ്തോ, പേര് പറഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് കിതാബ് സുന്നത്തിന് വഹി എന്ന പേരിൽ ഇറങ്ങപ്പെട്ട മുത്തുനബിയുടെ സന്ദേശങ്ങളാകുന്ന ആ സന്ദേശങ്ങൾക്ക്, ആ സന്ദേശമായി ലോകത്ത് വിരചിതമായ ഖുർആനിനോ അല്ലെങ്കിൽ സുന്നത്തിനോ ഒരിക്കലും ഇൽഹാമായി അതേ കേന്ദ്രത്തിൽ നിന്ന് വന്ന വിജ്ഞാനങ്ങൾ ഒരിക്കലും എതിരായി വരുന്ന സംഗതിയേ അല്ല. അത് കിതാബ് സുന്നത്തിൽ നിന്ന് പുറപ്പെട്ടു പോകൂല. അതുകൊണ്ട് എന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും കശ്ഫിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന വിജ്ഞാനങ്ങളിലൂടെയുമാണ് എന്ന് വിചാരിച്ച് എന്റെ വിജ്ഞാനങ്ങളെ, ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനങ്ങളെ എതിർക്കാൻ നിൽക്കണ്ട. അതൊരിക്കലും കിതാബ് സുന്നത്തിന് പുറത്തു പോയിട്ടേ ഇല്ല, പുറത്തു പോകുകയും ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഖുർആനിന്റെ പ്രത്യക്ഷവും സുന്നത്തിന്റെ പ്രത്യക്ഷവും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആഴത്തിലുള്ള വിജ്ഞാനങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ അത് ആഴത്തിലുള്ള വിജ്ഞാനം കിതാബിനോ സുന്നത്തിനോ എതിരല്ല എന്ന് മനസ്സിലാക്കി ഖുർആനിന്റെ ആഴമേറിയ വിജ്ഞാനങ്ങളുടെ പൊരുളുകളാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകളും പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ആത്മീയ സഞ്ചാരത്തിന് ലഭിക്കും എന്ന് മഹാനവറുകൾ ഖുത്ബ് ശഅറാനി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയാണ്. അള്ളാഹു പുതിയ തിരിച്ചറിവുകൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.